ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. എലിമെൻറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് ഈക്വേഷൻസ് അസെറ്റ്. എലിമെൻറ്റ് ഓഫ് അക്കൗണ്ടിങ് ഈക്വേഷൻ അതൊക്കെ വന്ന് നോക്കാം. അതൊന്ന് വരുന്നത് ആദ്യത്തേത് അസെറ്റാണ് വരുന്നത്. അസെറ്റിന് വെച്ചാൽ എന്തുവാ? അസെറ്റ് ആർ ഐറ്റംസ് ഓഫ് വാല്യൂ ഓൺഡ് ബൈ ദ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഓൺ ചെയ്യുന്നതാണ് അസെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ബിൽഡിംഗ്, മെഷീനറി, മോട്ടോർ വെഹിക്കിൾ, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്. അതായത് ബിൽഡിംഗ് അറിയാമല്ലോ, നമ്മൾ ഓരോ ബിൽഡിംഗ് ഒക്കെ മേടിക്കുമ്പോൾ നമുക്കതൊരു അസെറ്റാണ്. നാളെ നമുക്കത് വിൽക്കാൻ പറ്റും. മെഷീനറി അതുപോലെ അതൊരു അസെറ്റാണ്. മോട്ടോർ വെഹിക്കിളും അതുപോലെ അസെറ്റാണ്. ഇതൊക്കെ നാളെ നമുക്ക് വിൽക്കാൻ പറ്റുന്നതാണ്. പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിൽ ഇരിക്കുന്ന ക്യാഷും നമുക്കൊരു അസെറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡും അസെറ്റാണ്. കയ്യിൽ നിന്ന് ഇരിക്കുന്ന ക്യാഷും നമുക്കൊരു അസെറ്റാണ്. പിന്നെ സ്റ്റോക്ക്, അതായത് നമ്മൾ വിൽക്കാത്ത സാധനം ഉണ്ടെങ്കിൽ അതും നമുക്ക് അസെറ്റാണ്. കാരണം നാളെ കാലങ്ങളിൽ നമുക്കത് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റും. പിന്നെ ഡെപ്റ്റേഴ്സ്, അതായത് ആൾക്കാർ നമുക്ക് പൈസ തരാനുള്ളവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുക. സോ അതും നമുക്ക് നാളെ കാലങ്ങളിൽ കിട്ടും, അതും ക്യാഷാണ്. ഇത്രയാണ് അസെറ്റിൽ വരുന്നത്. ഇനി ലയബിലിറ്റീസ് നോക്കാം. ദിസ് ഡൊണേറ്റ് ദി എമൗണ്ട് വിച്ച് ദ ബിസിനസ് ഓൺ അതർ. അതായത് നമ്മൾ ലോണൊക്കെ എടുക്കുന്നതൊക്കെ ലയബിലിറ്റീസിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ലയബിലിറ്റീസിൽ വരും. അപ്പോൾ അതിൻ്റെയാണ് വരുന്നത് ക്രെഡിറ്റേഴ്സ്. എക്സാമ്പിൾ നോക്കാം. ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ പീപ്പിൾ ടു ഹൂം ദ ബിസിനസ് ഓൺ മണി, അതായത് നമുക്ക് കൊടുക്കാനുള്ള, അതാണ് ക്രെഡിറ്റേഴ്സ് വരുന്നത്. പിന്നെ ബിൽസ് പേയബിൾ വരും, അതും കൊടുക്കാനുള്ളതാണ്. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതും കൊടുക്കാനുള്ളതാണ്. ബാങ്ക് ലോണും അതെ, കൊടുക്കാനുള്ളതൊക്കെയാണ് നമുക്ക് ലയബിലിറ്റീസിൽ വരുന്നത്. പിന്നെ ഓണേഴ്സ് ക്യാപിറ്റൽ അടുത്തത്. അതെന്താ? ദ ഫണ്ട് ഓഫ് എ ബിസിനസ് പ്രൊവൈഡ് ഫോർ ബൈ ഇറ്റ്സ് ഓൺ ഓണർ. അതായത് സ്വന്തം ഓണർക്ക് തന്നെ പൈസ കിട്ടുന്നതാണ് ഓണേഴ്സ് ക്യാപിറ്റൽ. അതായത് ഓണേഴ്സ് ക്യാപിറ്റൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അതിലേക്ക്. സോ അതെന്തായാലും നമുക്കത് തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എങ്ങനെ വരിക? ദ ഓണേഴ്സ് ഈക്വിറ്റി ഈസ് ഈക്വൽ ടു അസെറ്റ് മൈനസ് ലയബിലിറ്റിയാണ്. അസെറ്റും പിന്നെ ലയബിലിറ്റിയും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഓണേഴ്സ് ഈക്വിറ്റി കിട്ടുന്നത്. അപ്പോൾ ഓണേഴ്സ് ഈക്വിറ്റി എന്ന് പറയുമ്പോൾ അത് ഇൻക്രീസ് ബൈ എന്തൊക്കെയാണ് വരുന്നത്? ഓണേഴ്സ് ഈക്വിറ്റി ഡിക്രീസ് ബൈ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ആദ്യം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് വരും, ഡിക്രീസ് ആണെങ്കിൽ ലോസ് വരും. രണ്ടാമത്തേത് അഡീഷണൽ ഇൻട്രസ്റ്റ് ഇൻ ടു ദ ബിസിനസ്, അഡീഷണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റും കിട്ടും ബിസിനസ്സിൽ. പിന്നെ ഡ്രോയിങ്സ് വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. സോ അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഗൈസ്.